Next question, find L of f of t if f of t equal to t sin omega t. അപ്പോൾ ടി സൈൻ ഒമേഗ ടീൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ടി സൈൻ ഒമേഗ ടി. ആൻസർ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ടി സൈൻ ഒമേഗ ടി ആണ്. ഇനി എഫ് ഓഫ് സീറോ എന്തായിരിക്കും? ഇവിടെ ടിക്ക് 0 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? 0. അപ്പോൾ എഫ് ഓഫ് 0. ഇതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ടി സൈൻ ഒമേഗ ടി. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ എന്ത് വരണം? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ സൈൻ ഒമേഗ ടീൻ്റെ ഡെറിവേറ്റീവ് കോസ് ഒമേഗ ടി ഇൻറ്റു പിന്നെ ഒമേഗ ടീൻ്റെ ഒമേഗ പ്ലസ് തിരിച്ച് സൈൻ ഒമേഗ ടി ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ് 1. അപ്പം എഫ് ഡാഷ് ഓഫ് ടി കിട്ടിയത് എന്താണ്? ടി കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ പ്ലസ് സൈൻ ഒമേഗ ടി ഇൻറ്റു 1. ഇനി എഫ് ഡാഷ് ഓഫ് 0 എന്തായിരിക്കും? എഫ് ഡാഷ് ഓഫ് 0. ഫസ്റ്റ് ടിക്ക് 0 കൊടുത്താൽ ഈ മൊത്തം ടേം 0 ആയി. പ്ലസ് സൈൻ ഒമേഗ ടിക്ക് 0 കൊടുത്താൽ സൈൻ 0 ആയി. അപ്പോൾ സൈൻ 0 എന്താ? 0 ആണ്. അപ്പോൾ 0 പ്ലസ് 0 എന്തായി? 0 ആയി. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 0യും എന്ത് തന്നെ കിട്ടിയത്? 0 ആണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കുക? എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 കണ്ടുപിടിക്കുക. എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി. എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, ടി എഫ് ഡാഷ് ഓഫ് ടി ഈ ഫംഗ്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ ഒമേഗ കോൺസ്റ്റൻ്റ് ആണ്. അപ്പം ഒമേഗ ഇൻറ്റു ഇവിടെയും ടി കോസ് ടി ആണ്. രണ്ട് ഫംഗ്ഷൻ വന്നു. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ടി ഇൻറ്റു കോസ് ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ ടിയുടെ ഒമേഗ പ്ലസ് തിരിച്ചെഴുതുമ്പോൾ കോസ് ഒമേഗ ടി ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ് 1 പ്ലസ് പിന്നെ എന്തുണ്ട്? സൈൻ ഒമേഗ ടി ഉണ്ട്. സൈൻ ഒമേഗ ടിൻ്റെ ഡെറിവേറ്റീവ് കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ ഈക്വൽ ടു ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഒമേഗ ഇവിടെ മൈനസ് ഉണ്ട്. ഒമേഗ ഇൻറ്റു ഒമേഗ സ്ക്വയർ വരും. മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ടി സൈൻ ഒമേഗ ടി പ്ലസ് ഈ ടേം മൾട്ടിപ്ലൈ ചെയ്താൽ ഒമേഗ കോസ് ഒമേഗ ടി. ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ